ഹായ് എവരി വൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. ആണെങ്കിൽ അതിനർത്ഥം ഒരു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്നറിയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചെല്ലിയാൻ അങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിലിരിക്കും. ദെൻ യൂഫിനെ കാണിക്കുന്നത്, യൂഫിൻ്റെ അടുത്ത് പോയിട്ട് ചെല്ലിയാൻ എന്തെങ്കിലും ഒരു ബ്രഷ് വയ്ക്കുന്നുണ്ട്. അങ്ങനെ യൂഫിക്ക് എന്ത് ചെയ്യും, ആ ബ്രഷ് കൊടുക്കും. അപ്പോൾ ചെല്ലിയാൻ യൂഫിനെ ആക്കി ചെയ്യുന്ന കാര്യമൊക്കെ കാണിക്കുന്നത് ആലോചിച്ചിട്ട് തന്നെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ചിരിക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് ചെന്നിയ യൂഫിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും യൂഫിനോട് ഒരു ജൂനിയർ വന്നിട്ട് ഇങ്ങനെ ഞാൻ എന്നെ ജൂനിയറാണ്, എന്നെ പേരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഞാൻ എന്നോ നിങ്ങളെ പെയിൻറ്റിങ് കാര്യങ്ങൾ നന്നായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു പെയിൻറ്റിങ് ബ്രഷ് തരുമെന്ന് ചോദിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ചെല്ലിയാൻ ആകതയുണ്ടാവും. പക്ഷേ യൂഫി ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ പെൺകുട്ടി ഒരു യൂഫി എനിക്ക് ശരിക്കും നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പറയും. അപ്പോൾ യൂഫിക്ക് അത് ദേഷ്യം പിടിക്കും. യൂഫി അറിയും എന്താ കണ്ടിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, എനിക്ക് ഇങ്ങനത്തെ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതായത് മറ്റോള് എനിക്ക് എന്നുള്ള നിൽക്കില്ല, വേറൊരാൾക്ക് എന്നുള്ള മൈൻഡിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഓനക്കറിയാം ഇത് ഒക്കെ വേണ്ടിയിട്ടാണ് ചോദിക്കണേന്ന്. അപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണായിട്ട് എന്തെങ്കിലും ഇതിൽ ആക്ട് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനത്തെ ട്രഡീഷൻ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല, എനിക്കതിൽ ഞാൻ അതിന് മാത്രം പോപ്പുലറും കാര്യങ്ങളൊന്നും അല്ല എന്നിട്ട് അവളോട് ഇങ്ങനെ ഓരോന്ന് പറയും. എന്നിട്ട് പറയും പിന്നെ എനിക്ക് ഇനി പെയിൻറ്റിങ് ബ്രഷ് കാര്യങ്ങൾ അത്ര അത്യാവശ്യമാണെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺസ് ഉള്ള, ഈ അവിടെ നിന്ന് എന്തായാലും ചോദിച്ചാൽ മതി വരും. അപ്പം അവളൊന്നാലും പോലെ അവൾ പിന്നെയും ഒന്നും കൂടി അവിടെ നിന്ന് തന്നെ ചോദിക്കും. എന്നിട്ട് പറയും ഇത് ചെല്ലിയാൻ വിചാരിച്ചിട്ടാണോ, ചെല്ലിയാൻ കാരണമാണോ എനിക്ക് തരാത്തെന്ന് ചോദിക്കും. അപ്പോൾ ചെല്ലിയാൻ അതൊക്കെ പുറത്തൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടി എന്താ അവർ പറയണത് കേൾക്കാൻ നിൽക്കും. അപ്പോൾ യൂഫി ആകെ ഞെട്ടിയിട്ടുണ്ടാവും. അപ്പം അവളിങ്ങനെ പറയും, ഞാൻ അതെല്ലാം നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഈ അടുത്തായിട്ട് നല്ല ക്ലോസ് ആയിട്ടാണ് കാണുന്നത്, അപ്പോൾ അവൾ കാരണമാണ് എനിക്കിത് തരാത്തെന്ന് ചോദിക്കും. അപ്പം യൂഫി ഒന്നും പറയാതെ യൂഫി അവസാനം പറയും, എനിക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയണമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അത് കേൾക്കുമ്പോൾ ചെല്ലിയാൻ വേഗം സമാധാനമാവും. അതുകൊണ്ട് യൂഫി അറിയും, എനിക്ക് ഇത്ര നേരം ഫ്രീ ആയിട്ട് ഇങ്ങനെ ബ്രഷ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നടക്കാനുണ്ടെങ്കിൽ ആ നേരത്തെ ഈ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ പെയിൻറ്റിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാനായിട്ട് ഇതാക്കുന്നുള്ളൊരു ഈ എന്തെപ്പോഴും നിൽക്കണേ പോകുമെന്ന് പറഞ്ഞിട്ട് ഓളെ പറഞ്ഞേക്കും. അങ്ങനെ ഓളെന്തെങ്കിലും കരഞ്ഞ് ഓടിപ്പോവും. അപ്പം ചെല്ലിയാൻ ഓടി വരുന്ന കാണുമ്പം അവിടെ മാറിക്കും. ചെല്ലിയാനെ ഓള് കാണുമ്പം ഓളാകെ ദേഷ്യം പിടിച്ചിട്ട് നോക്കിയിട്ട് പോര് പോക്കും. അങ്ങനെ ചെല്ലിയാൻ എന്ത് ചെയ്യും, യൂഫിൻ്റെ അടുത്തേക്ക് നേരെ കയറി പോവും. അപ്പം ഇവളെ കാണുമ്പോൾ ഇനിയോ ഈ എന്താ ഈ നേരത്തെന്നൊക്കെ പറയും, ഞാൻ ഫുഡ് കൊണ്ടുവന്നാണ് നമുക്കൊപ്പരം കഴിക്കാറ് അങ്ങനെ. അപ്പോൾ അവൻ ചോദിക്കും, എന്തിനാ ആൻറ്റീൻ്റെ സ്റ്റോറിൽ നിന്ന് ഞാൻ നൂഡിൽസ് വാങ്ങിയെന്ന്. അപ്പം അവളറിയും അതേതായാലും ഞാൻ വരുന്ന വഴി തന്നെ വരും, അതുകൊണ്ട് കുറച്ച് വാങ്ങിയാണ്. അപ്പോൾ ഈ വരുന്ന വഴിയിലാണോ നോക്കും. അപ്പോൾ തലാട്ടും. നേരത്തെ പറയും അതല്ലല്ലോ, ഇത് സ്കൂളിൽ നിന്നും കുറേ ദൂരത്താണല്ലോ ആ സ്റ്റോറി പറയും. ഇതിപ്പം കുറച്ച് ചൂടല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് കിലോമീറ്റർ ആയിരുന്നു, പിന്നെ മാത്രമല്ല ഏതായാലും അവിടുത്തെ ഫുഡെല്ലാം കഴിക്കില്ല, അതുകൊണ്ടാണ് കറിയണോണ്ടാണ് അവിടുന്ന് വാങ്ങിയത്. എന്നിട്ട് പിന്നെ അവളിങ്ങനെ ഓരോന്ന് ചോദിച്ചു തുടങ്ങും. പിന്നെ പെയിൻറ്റിങ് കോമ്പറ്റീഷന് എന്താ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് വെക്കും എല്ലാവരും. അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചിട്ട് അറിയും, അങ്ങനെയാണെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ കളേഴ്സിൽ മുക്കിയിട്ടുള്ള കവറിങ് കാര്യങ്ങൾ ഐഡിയനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ ഓളിങ്ങനെ പറയും, നമ്മളിപ്പം വീട്ടിൽ നിന്ന് ചെയ്തില്ലേനോ അതേപോലെ നമുക്ക് കാഷ്വലായിട്ട് പെയിൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഓൻ പറയും, പക്ഷെ ഞാൻ മനസ്സിലാക്കണേ ഓരോ പെയിൻറ്റിങ്ങിനും ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്, അപ്പം നമ്മൾ ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് പറയും. അന്നേരം അവളിങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഓൾക്ക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവളിങ്ങോട്ട് പോകുന്ന കാരണം ആ പെയിൻറ്റിങ് ബ്രഷ് ആയിരിക്കും. അപ്പോൾ അവൾ ജസ്റ്റ് ഒരു നോട്ടം നോക്കുമായിരിക്കും. അപ്പോൾ ഓൻ ചോദിക്കും എന്താ നിൽക്കും. അപ്പോൾ അവളറിയും, യൂഫി അങ്ങക്ക് കുറേ പെയിൻറ്റിങ് ബ്രഷ് കാര്യങ്ങളില്ലേ, അപ്പം അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതൊന്നും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഒന്ന് തരുമെന്ന് നിൽക്കും. അപ്പോൾ ഓന് ഓളൊന്ന് നോക്കും. നേരത്തെ ഓള് വേഗം ഇല്ല, ഇതിന് മുന്നേ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇല്ല തരൂല ഓൾ നേരത്തെ അതെന്താ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിക്കും. അപ്പോൾ ഓന് എല്ലാവരും എന്നിട്ട് ചോദിക്കും, എനിക്ക് അറിയാതെ അവിടുന്നാണ് ഇങ്ങനെ ഒരു കാര്യം ഒറിജിൻ ചെയ്തിട്ടുണ്ടായെന്ന് ചോദിക്കും. അപ്പോൾ ഉള്ളൊരു എനിക്കറിയാം, പിന്നെ സീനിയേഴ്സിൻ്റെ പാഷൻ അല്ലെങ്കിൽ ആർട്സിനോടുള്ളത് ജൂനിയേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈമാറാനാണ്. അപ്പോൾ ഓന് തലാട്ടിയാണ്ട് അറിയാം, അങ്ങനെയാണെങ്കിൽ ആർട്ടിൽ അത്രയും അത് ഒരു കലനോട് അത്രയും കെയർലെസ് ആയിട്ട് പെരുമാറുന്ന ആൾക്ക് ഒന്നും ഞാൻ അത് കൊടുക്കില്ല എന്നറിയും. നേരത്തോളെ ഞാൻ അത്ര കെയർലെസ് ആണോ, ഞാൻ എല്ലാ ക്ലാസ്സിലും ഭയങ്കര അറ്റൻറ്റീവായിട്ടാണ് ഇരിക്കലും, മാത്രമല്ല ഇന്നലെ ഒഴികെ ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സും മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ എൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളിൽ എത്രമാത്രം പ്രോഗ്രസ് വരുത്തുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും തരുമെന്ന് പറയും. അപ്പോൾ ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും പറയും ഇല്ലെങ്കിലല്ല എന്തായാലും